നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് തോന്നിയിട്ടില്ലേ എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എൻ്റെ ശരീരത്തിന് ആക്രമിച്ചപ്പോൾ നിങ്ങൾക്ക് അത് ക്രിമിനൽ ആക്ടിവിറ്റി ആൻഡ് അതിനിടയിൽ അയാൾ സ്പെൽ ചെയ്തൊരു ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് അയാൾ തുടക്കത്തിൽ കുറേ ഇൻട്രൊഡക്ഷൻ പോലെ ഇങ്ങനെ ലൈക്ക് ഐസ് ബ്രേക്കിംഗ് പോലെ ആ സമയമാണല്ലോ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സംസാരിച്ച സമയത്ത് അയാൾ പറഞ്ഞ ഒരു കാര്യം, അയാൾ ഐ എം സോറി ടു സേ ദിസ്, ഇടയിൽ അയാളുടെ മക്കളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ, ഇളയ മകൾ സ്കൂളിൽ നിന്ന് വരാൻ വൈകിയാൽ തന്നെ എനിക്ക് ബീങ് ഓഫ് ഫാദർ ഭയങ്കര ടെൻഷൻ ആവുന്നതൊക്കെ. ഞാൻ ഈ സംഭവത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് സ്വന്തം മകളെ കുറിച്ചിട്ട് സോ കൺസെൻട്രേറ്റ് അവരുടെ സേഫ്റ്റി എല്ലാം ഞാൻ ചോദിക്കുന്നത് എത്രയോ സ്ഥലമായി. ഹലോ ഗൈസ്, നമസ്കാരം. AMMA എന്ന് പറയുന്ന അഥവാ അമ്മ എന്ന് വിളിക്കുന്ന താരസംഘടനയ്ക്ക് ഒരു പേര് നിർദ്ദേശിക്കാമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പേരായിരിക്കും നിങ്ങൾ അതിനെ പറയുക അഥവാ കമൻറ്റ് ചെയ്യുക? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അത് കാണണം. ഞാൻ എന്തായാലും പറയുന്നത് വെച്ചാൽ ഞാനൊരു പേര് സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ അതിനെ പിന്താങ്ങുമോ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. ഒരു MAMA എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാമ എന്ന് പറയുന്നൊരു പേരാണ് ഞാൻ ഈ ഒരു സംഘടനയ്ക്ക് ഇടുന്നതെങ്കിൽ നിങ്ങൾ അതിനെ പിന്താങ്ങുമോ? അതോ ഇതിനെക്കാട്ടിലും വളരെ ഡിഫറൻ്റ് ആയിട്ടായിരിക്കുമോ നിങ്ങളുടെ ആശയതലം എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്യുക. സ്വന്തം ശരീരത്തിനെ ആഗ്രഹിച്ച് അതിനെ മോഹിച്ച് അതിനെ ബലാത്കാരമായി പിടിച്ചു പറിക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് തൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ മാസ്റ്റർബേറ്റ് അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അത്രത്തോളം മാനസികമായിട്ട് പീഡിപ്പിക്കുകയും ഇത്രത്തോളം വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീ വന്ന് രേവതി സമ്പത്ത് വന്നത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കണ്ണീരോടുകൂടി പറയുകയും ചെയ്യുന്നു. അതുപോലെ മറ്റ് പല ആൾക്കാരും പല നടിമാരും അവരുടെ അഭിപ്രായം വന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറയുന്നു. ചിലർ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ നമ്മുടെ രഞ്ജിത്ത്, സംവിധായകനും കൂടെ ആയിരുന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയിൽ നിന്ന് സ്ഥാനമൊഴിയുന്നു. അതോടൊപ്പം തന്നെ അമ്പയുടെ സെക്രട്ടറി സ്ഥാനം, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖും ചുമതല എഴിയുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പേക്ക് ഒന്ന് പോവാം. നടൻ സിദ്ദിഖിൻ്റെ ഒരു പത്രസമ്മേളനം, അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം തൻ്റെ ഏറ്റവും മഹാനടനായിട്ടുള്ള മോഹൻലാലിനെതിരെ ഒരു എന്തോ തരത്തിലുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് വിമർശിച്ചത് സൈന്യത്തിൻ്റെ പേരും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെകുത്താൻ അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പത്രസമ്മേളനം നടത്തി. ഇനി ഒരാൾക്കെതിരെയും ശബ്ദം പൊങ്ങരുത്, മാന്യമായി ജീവിക്കുന്നവർക്കെതിരെ മാന്യത അല്ലാത്ത വാക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള നടപടി വരും. ഓക്കെ, ചെകുത്താൻ ചെയ്ത ഒരു കാര്യത്തിൽ നമ്മൾ ന്യായീകരിക്കുന്നില്ല. ആ ഒരു കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ, പണിഷബിൾ ഒഫൻസ് ഉണ്ടെങ്കിൽ അയാളെ നിയമപരമായിട്ട് നേരിടട്ടെ. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം, അന്ന് ആ ഒരു കാര്യം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വളരെ വിനയാന്വിതനായി മാന്യമായി വന്ന് സംസാരിച്ചിരുന്ന സിദ്ദിഖ് എന്ന് പറയുന്ന നമ്മുടെ നടന്റെ, ഒരു പ്രമുഖ നടന്റെ, ഇപ്പൊ എല്ലാം പ്രമുഖ എന്നുള്ള രീതിയിലാണല്ലോ, ആ പ്രമുഖ നടന്റെ മറ്റൊരു മുഖം പുറത്തേക്ക് വരുമ്പോൾ എന്താണ് നമ്മൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ മേൽ വന്നേക്കുന്ന ഒരു ആരോപണമാണ്. ഇതിനകത്തുള്ള ആരോപണത്തിന് കഴമ്പുണ്ടോ ഇല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കേണ്ട നീതിന്യായ വ്യവസ്ഥിതിയാണ്. തീർച്ചയായിട്ടും ഒരു ആരോപണം വരുമ്പോഴേക്കും അയാൾ കുറ്റവാളി എന്ന് മുദ്ര കുത്തുന്ന ശീലം അത്ര നല്ലതുമല്ല. എങ്കിലും വളരെ ഗുരുതരമായ ഒരു കാര്യം ഒരു പബ്ലിക് മീഡിയയുടെ മുമ്പിൽ അല്ലെങ്കിൽ പല പബ്ലിക് മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് വന്നിരുന്ന ഒരു സ്ത്രീ വന്ന് പറയുന്നുവെങ്കിൽ അത് വെറുതെ ആയിരിക്കുമോ? പലരുടെ ഒരു ചോദ്യം ഇതാണ്. ഇത്രയും കാലം നിന്റെയൊക്കെ നാവിറങ്ങിപ്പോയോ? നീയൊക്കെ എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഇതുവരെ പുറത്തു പറഞ്ഞില്ല? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓക്കെ, ഏതൊരു വിഷയത്തിന് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന കാര്യം ഇൻസ്റ്റന്റ് ആയിട്ട് അഥവാ വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു നിയമപരമായ കാര്യങ്ങൾ നേടിക്കൂടെ, അല്ലെങ്കിൽ മറ്റുള്ള പല തരത്തിലേക്ക് നിങ്ങൾ അവരെ ഡീൽ ചെയ്തുകൂടെ എന്നുള്ളത്. സീരിയസ്ലി അതൊരു 50% നമുക്ക് ഞാൻ അതിനെ അനുകൂലിക്കുമെങ്കിൽ 50% ബാക്കി നിൽക്കുന്ന 50% അവരുടെ സാഹചര്യവും അവരുടെ ചുറ്റുപാടും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വമ്പനായിട്ട് നിൽക്കുന്ന വമ്പസ്രാവുകളോട് ഏറ്റുമുട്ടുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. അപ്പോൾ ഇവിടെയും ആ ഒരു കാര്യത്തിനകത്ത് അവരൊരു കാര്യം പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താറടിക്കപ്പെടുന്നതിനപ്പുറമല്ലാതെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടും. ഞാനൊരു കാര്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ നിലവിൽ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ സിദ്ദിഖിനെ അമ്മയിൽ നിന്ന് വിലക്കുമോ അതോ അമ്മയിൽ നിന്ന് പുറത്താക്കുമോ? വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ അമ്മയിൽ മറ്റ് പല ആൾക്കാർക്കെതിരെയും അവിടെ കൂടെ ഇവിടെ കൂടെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വരുന്നു. എൻ്റെ ലാലേട്ടൻ അഥവാ മോഹൻലാൽ, സാക്ഷാൽ മോഹൻലാൽ, ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, അദ്ദേഹം എന്തുകൊണ്ട് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ട്, പ്രസിഡന്റ് പദവിയിൽ നിന്നുകൊണ്ട് അമ്മയുടെ എല്ലാത്തിൻ്റെ എല്ലാമായിട്ടുള്ള ആ സൂപ്പർ സ്റ്റാർ എന്തുകൊണ്ട് ഈ നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടും അതിക്രമവും ലൈംഗിക അതിക്രമവും അവരുടെ മുട്ടലും തൊട്ടലും, അതുപോലെ തന്നെ ഏറ്റവും രസകരമായിട്ടുള്ള കൊല്ലം തുളസി, അദ്ദേഹം റൂം എടുത്ത് കിടക്കുന്നതിന് അടുത്തൊരു പ്രൊഡ്യൂസർ റൂം എടുത്ത് കിടന്നിട്ട് അവസാനം തടവുകയും അദ്ദേഹം ആണാണെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും ഇറങ്ങിപ്പോടാന്നൊക്കെ പറയുന്നൊരു കാര്യമൊക്കെ നമ്മൾ കേട്ടു. രസകരമായിട്ട് ചിരിച്ചു തള്ളിയെങ്കിലും അത് എല്ലാ സ്ത്രീകൾക്കുമുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം സിനിമാ മേഖലയ്ക്കകത്തുള്ള കുത്തഴിഞ്ഞ മറ്റൊരു പ്രവണതയെ തുറന്നു കാട്ടുന്നു. എന്തേ നടൻ ലാലേട്ടനെ അഥവാ മോഹൻലാലിനെ എന്തേ സംസാരിക്കാനൊന്നുമില്ലേ?
നമ്മുടെ തമിഴ് ബിഗ് ബോസിനെ കുറിച്ച് നോക്കാം. തമിഴ് ബിഗ് ബോസിൽ നിന്നും ശ്രീമാൻ കമലഹാസൻ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിക്കുന്ന ഒരു സത്യം പറഞ്ഞാൽ ഒരു യൂസ്ലെസ് ഷോ ആയിട്ടുള്ള, അതിനെയും ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുള്ള ആ ഒരു ഷോയിൽ നിന്നും ഇദ്ദേഹം മാറി നിൽക്കുമോ? ഇന്ന് ലാലേട്ടൻ എന്നുള്ള ഒരു വ്യക്തിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അമ്മ സംഘടനയിൽപ്പെട്ടുള്ള പല ആൾക്കാർക്കെതിരെയും ആരോപണ ശരങ്ങൾ വരുന്നു. പ്രമുഖ നടൻ, പ്രമുഖ നടി, പ്രമുഖ നടൻ എന്നൊക്കെ വരുന്നതിനപ്പുറം ഒരു പേരുകളും എങ്ങ് സൂചിപ്പിക്കാത്തത് കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാർ വൃഥാവിലാവുകയാണ്. അവർക്ക് ആർക്കും ഇതിനകത്ത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ വളരെ ഇപ്പോൾ നമ്മുടെ ഈ രേവതി സമ്പത്തിനെ പോലുള്ള ആൾക്കാരെ പോലെ WCCയിൽ ആൾക്കാർക്ക് ഒരു ഉറപ്പോട് കൂടി പറയാൻ തയ്യാറായിരുന്നുവെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇന്നത്തെ പല സൂപ്പർ പരിവേഷമുള്ള ആൾക്കാരും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ, ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇവരുടെ മറ്റുള്ള പല സ്ഥലങ്ങളിൽ ഇവർ രക്ഷപ്പെട്ടു പോയേക്കാം, എങ്കിലും ജനങ്ങളുടെ മുമ്പിൽ ഇവർ തുറന്നു കാട്ടപ്പെടുമായിരുന്നു. എന്നാൽ അവരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവരെ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറായിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു ചിന്ത എനിക്ക് വരുന്നുണ്ട്. പാർവതി തിരുവോത്തൊക്കെ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ചാനലുകളിൽ. എന്തുകൊണ്ട് ഇവർ പറയുന്നു നമ്മൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊന്നും സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എങ്കിൽ ഇന്നലത്തെ കാലങ്ങളിൽ സംഭവിക്കേണ്ടതല്ലേ? എങ്കിലൊരു ചോദ്യം, മറുചോദ്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രേവതി സമ്പത്തിനെ പോലൊരു സ്ത്രീ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് അവരുടെ അസ്തിത്വം പണയം വയ്ക്കാതെ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വന്ന് ചിലരുടെ പേരുകൾ, അഥവാ സിദ്ദിഖിന്റെ പേരെടുത്ത് പറഞ്ഞത്, ആ പേരെടുത്ത് പറഞ്ഞ ആ സമയം മുതൽ അയാൾ അവിടെ നിന്ന് പുറത്തേക്ക് പോയില്ലേ? ഇതുപോലെ മറ്റു പല ആൾക്കാർ മാറി നിന്നുകൊണ്ട് അവരുടെ അന്വേഷണമോ മറ്റുള്ള കാര്യങ്ങളോ പൊതുജനങ്ങളുടെ മുമ്പിലുള്ള വിശ്വാസം വീണ്ടെടുക്കേണ്ടത് അവരുടെ ആവശ്യം ബാധ്യതയായിട്ട് വരുമായിരുന്നു. പക്ഷേ അതിനുള്ള അവസരം നിങ്ങൾ കൊടുത്തില്ല എന്നുള്ളൊരു പരാതി, ഒരു പരിഭവം എൻ്റെ വാക്കുകളിലൂടെ ഞാൻ പറയുന്നു. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം. ഇനി എല്ലാത്തിനും നടന്മാർ മാത്രമാണോ കുറ്റക്കാർ? ഒരിക്കലുമല്ല. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് വിട്ടുപോയി, എങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ട് കാണാനിടയായി. അതായത് നമ്മുടെ നടൻ വിനയന്റെ സിനിമയിൽ ഡ്രാക്കുള എന്നുള്ള വേഷം കേട്ടിട്ടുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് അറിയുന്ന ഒരു കമന്റ് ചെയ്യുക. അദ്ദേഹത്തിന്റെ റീസെന്റ് ആയിട്ട് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, നിങ്ങൾ പോയി കാണുക. ആ ഇന്റർവ്യൂവിന്റെ അകത്ത് അദ്ദേഹം പറയുന്നത് ഇവിടെ സ്ത്രീകളുടെ കാര്യം പറയുന്നത് പോലെ മറുസൈഡിൽ പുരുഷനാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിന് വിലയിടുക, അദ്ദേഹത്തിനോടൊപ്പം കിടക്കണമെന്ന് ആഗ്രഹിക്കുക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ കൊണ്ടു നടന്ന് ഏതാണ്ട് 2-3 വർഷത്തോളം ഏതോ ഒരു ഫ്ലാറ്റിൽ അദ്ദേഹത്തിനെ കൊണ്ടു നടന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം സ്ത്രീകൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതേ പല കാര്യങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. അഥവാ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ലേ? എല്ലാ സ്ത്രീകൾക്ക് മാത്രം എന്നുള്ളൊരു കാര്യം ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല. നമ്മുടെ നാട്ടിൽ ഈക്വാലിറ്റി മറ്റുള്ള കാര്യങ്ങൾ വേണം. അവിടെ ഞാൻ നോക്കുന്നത് സമത്വം തന്നെയാണ്. അതായത് സ്ത്രീക്ക് സംഭവിച്ചിട്ടുണ്ടോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പുരുഷനും അതേ രീതിയിലുള്ള ലൈംഗിക അതിക്രമം പുരുഷനെതിരെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിന് തീർത്തും നിയമപരമായിട്ടും സംഭവം വേണം. പക്ഷേ അവിടെ അദ്ദേഹം പരാതിയായിട്ടോ മറ്റുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ കാലാകാലങ്ങളായി നടക്കുന്നൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ സിനിമാ മേഖലയിലുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഹേമ കമ്മീഷൻ്റെ അകത്ത് ഇതുണ്ട്. ഈ സിനിമാ മേഖലയിലുള്ള ഡ്രഗ്സ് മുഴുവൻ അടിക്കുന്ന ആൾക്കാർ ഇതിനകത്തുള്ള പുരുഷന്മാരാണെന്ന് മാത്രം, അല്ലെങ്കിൽ നടന്മാരാണ് മാത്രം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലുമല്ല. കാരണം എനിക്കും വ്യക്തിപരമായ ബന്ധങ്ങൾ നമ്മൾ ഈ പറയുന്ന പല മേഖലകളിലും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ചിന്തകളിലേക്ക്, നമ്മുടെ അറിവിലേക്ക് പല ആൾക്കാരും അതിനകത്ത് നോട്ട് ഓൺലി ഒരു ജെൻഡർ അഥവാ മെയിൽ ജെൻഡർ എന്നുള്ള സംഭവം മാത്രമല്ല, അതിനകത്ത് ഫീമെയിൽ ജെൻഡറുള്ള ആൾക്കാരും ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നും ചില ഈ പറയുന്ന നടിമാരും ഒക്കെ പലരും പബ്ലിക്കിന്റെ മുമ്പിലേക്കൊക്കെ ഈ മദ്യപിച്ച് മതോന്മത്തരായി വാഹനമൊക്കെ ഓടിച്ചിട്ട് വന്ന കാര്യങ്ങളടക്കം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടു പല കാര്യങ്ങളും. അതുകൊണ്ട് ഇതിനകത്ത് നോക്കുമ്പോൾ ആര് തെറ്റുകാർ, അവിടെ ജെൻഡറോ അവരുടെ ഉയരമോ അവരുടെ പ്രമാദിത്വമോ അവരുടെ വലിയ ഫ്യൂഡൽ മാടമ്പിത്തരമോ ഒന്നും നോക്കിയിട്ടല്ല അവർക്കെതിരെ നടപടികൾ എടുക്കേണ്ടത് ആ വ്യക്തി ചെയ്ത തെറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നടൻ സിദ്ദിഖ്, അതിന് പുറമെ ഇപ്പൊ രഞ്ജിത്ത്, രണ്ടുപേരും രാജിവെച്ച് ഒഴിയുന്ന കാര്യം, അതുപോലെ രഞ്ജിത്ത് പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് വളച്ചൊടിക്കുന്ന രീതിയിൽ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി പബ്ലിക്കിന്റെ മുമ്പിലേക്ക് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ തന്നെ അദ്ദേഹം അവരെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലേക്ക് വളച്ചൊടിക്കുന്നതിനകത്ത് മാധ്യമങ്ങൾക്ക് ഒരു പങ്കുണ്ട്. കാരണം ഞാൻ ആ ഒരു കാര്യം ആദ്യമേ കേട്ടതാണ്. അതിനകത്ത് പറയുന്നതിനകത്ത് അദ്ദേഹം ആ സ്ത്രീയോട് മോശമായ ബിഹേവ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ്, അല്ലാതെ അവരെ പീഡിപ്പിച്ചു എന്ന് അവരെവിടെയും പറഞ്ഞില്ല. പക്ഷേ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ മറ്റൊരു തരത്തിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ രഞ്ജിത്ത് ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ വരുത്താൻ ശ്രമം നടത്തിയതായിട്ട് സത്യമായിട്ട് പ്രകടമായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. അതും അത്ര നല്ല ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ അവിടെയും ഒരു ചെറിയൊരു മസാല പരിപാടി നടന്നിട്ടുണ്ട്. എങ്കിലും അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. ആ തെറ്റുകൾക്ക് തീർച്ചയായിട്ടും അയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് മാത്രമല്ല, അന്വേഷണം നേരിടണം. അതോടൊപ്പം തന്നെ അന്വേഷണത്തിൽ അത് അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനുള്ള പൊതുവായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് മാതൃകാപരമായ ശിക്ഷയും ലഭിക്കണം എന്നുള്ള കാര്യമാണ്. പിന്നെ ഒരു പ്രമുഖ കഴിഞ്ഞ അമ്മ ഭാരവാഹിത്വത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു മെമ്പറാണ്, വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു മെമ്പറായിരുന്നു ശ്വേതാ മേനോൻ. കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോൻ തൊഴിലിടത്ത് സ്ത്രീകൾക്ക് നേടുന്ന, അതുപോലെ തന്നെ അവരെ ഒരു 10-12 സിനിമകളെ
ഈ ആൾക്കാർ ബ്ലോക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അതിനകത്ത് ഞാൻ എൻ്റെ വ്യക്തിപരമായ സ്ഥലങ്ങളിൽ നിന്ന് അറിഞ്ഞൊരു കാര്യം കൂടെ പറയാം. ശ്വേതാ മേനോനും ഈ പറയുന്ന അമ്മയുടെ ഈ ഒരു ഭാരവാഹി മെമ്പേഴ്സിന്റെ അകത്ത് നടന്നിട്ടുള്ള ചർച്ചയ്ക്കകത്ത് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും ബഹളങ്ങളും വഴക്കുകളൊക്കെ നടക്കുകയും അവസാനം അതിൽ നിന്നും അമ്മ സംഘടനയിൽ നിന്നും ഈ നമ്മുടെ ശ്വേതാ മേനോൻ വഴക്കിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇലക്ഷൻ്റെ അകത്ത് അവരില്ലായിരുന്നു. നിങ്ങൾ കണ്ടിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അവരതിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അവർ മത്സരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ആ ഒരു തരത്തിൽ സ്വാഭാവികമായിട്ടും ചില ആൾക്കാരുടെ അജണ്ടയ്ക്കൊത്ത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു കാര്യം, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മാഫിയ തന്നെയാണ് ഈ AMMA എന്ന് പറയുന്ന സംഘടന എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അത് ഇവരും വൈകിയാണെങ്കിലും പല ആൾക്കാരും അതിന്റെ കയ്പ് നീര് രുചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ നടൻ ഷമ്മി തിലകൻ, അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം ഇപ്പോഴും അതിനു വേണ്ടി ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. നടൻ തിലകനെ എന്തുമാത്രമാണ് ഇവർ തൊഴിൽ നിഷേധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവർക്ക് കീഴ്പ്പെടാത്ത ആൾക്കാരെ, ഈ മാഫിയ അഥവാ ഈ AMMA സംഘടനയ്ക്ക് കീഴ്പ്പെടാത്ത ആൾക്കാരെ ശരിക്കും പറഞ്ഞ് എന്തുമാത്രം തേജോവധം ചെയ്ത് അവരെ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കുമെന്നുള്ളൊരു കാര്യം നമ്മൾ ഒരുപാട് നടന്മാരുടെ കാര്യത്തിൽ കണ്ടു, നടിമാരുടെ കാര്യത്തിൽ കണ്ടു. അതിനുശേഷം നമ്മൾ കാണുന്നതാണ് അവസാനം നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള ആക്ടറായിട്ടുള്ള നടൻ തിലകനെ എത്രമാത്രം ടാർണിഷ് ചെയ്തു എന്നുള്ള കാര്യം. അതിനകത്ത് സൂപ്പർ സ്റ്റാറുകളുടെ പേരുകൾ വരുന്നുണ്ട്. സൂപ്പർ സ്റ്റാറുകളുടെ പേര് വരുന്നത് കൊണ്ട് തന്നെ സൂപ്പർ സ്റ്റാറുകളുടെ പേരുകൾ വരുന്ന സ്ഥലങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പേരുകൾ മായ്ക്കുക. അതുകൊണ്ട് തന്നെ നടൻ മോഹൻലാലിനെ പോലുള്ള വ്യക്തി ഈ ഒരു ചുമതലയിൽ ഇരുന്നുകൊണ്ട്, പ്രസിഡന്റ് ചുമതലയിൽ ഇരുന്നുകൊണ്ട് മിണ്ടാതിരിക്കുകയാണ്. അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇച്ചിരിയെങ്കിലും ഒരു മാനാഭിമാനവും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ആ ഒരു ചുമതലയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ ഒരു കാര്യത്തിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിൽ തീരുമാനം എടുപ്പിച്ചുകൊണ്ട് ഇനി നമ്മുടെ സിനിമാ മേഖലയ്ക്കകത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യത്തിന് വസ്തുനിഷ്ഠമായി പഠിച്ച് അതിനൊരു തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ആ സ്ത്രീകൾക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ തന്നെ മറ്റുള്ള ഇപ്പൊ ദിലീപ്, ഇങ്ങനെ കുറെ ആൾക്കാരുടെ പേരുകൾ അവിടെ ഇവിടെയൊക്കെ മറ്റ് പലതരത്തിൽ കിംവദന്തികളായിട്ടൊക്കെ വരുന്നു. ഓക്കെ, നമുക്ക് ഈ റൂമറിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് തന്നെ ഇങ്ങനെ സൃഷ്ടിക്കുന്നതിനോടൊരു താല്പര്യമൊന്നുമില്ല. അതിന്റെ പിന്നിൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ, അതിന്റെ സാഹചര്യങ്ങൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. അല്ലാതെ മുൻവിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഇവിടെ കേൾക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ വെച്ച് നമുക്ക് ഒരാളെ വിലയിരുത്താനോ മറ്റുള്ള കാര്യങ്ങൾക്കോ പറ്റത്തില്ല എന്നുള്ളത് മാത്രമാണ്. എന്തായിരുന്നാലും ഈ ഒരു വിഷയം വളരെ ആളിക്കത്തി പടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് ചില വമ്പൻ സ്രാവുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് വഴുതി പോകുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, MDMA ആയിട്ട് ആ രണ്ടുപേര് പിടിക്കപ്പെട്ടു, അവിടെ നിന്ന് ഒരാൾ പിടിക്കപ്പെട്ടു, ഇവിടെ ഒരാൾ പിടിക്കപ്പെട്ടു. പക്ഷെ ആരാണ് ഇത് ഉണ്ടാക്കിയത്, ഇത് എവിടെ നിന്നാണ് ഇതിന്റെ സപ്ലൈ എന്നുള്ള ആ ഒരു ചെയിന്റെ മെയിൻ ആൾക്കാരിലേക്ക് ഒരിക്കലും പോകത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയപ്പെടുന്ന ഭയങ്കര അപ്പർ ക്ലാസ്സിലുള്ള ആൾക്കാരെ ഇത് തൊടത്തു പോലുമില്ല. അതിന്റെ അവിടെ ഇവിടെയുള്ള പരൽ മീനുകളെ പിടിക്കുകയും അതിനുശേഷം മറ്റൊരു വിഷയം സെൻസേഷൻ ആയിട്ട് മാറുകയും ചെയ്യുമ്പോൾ ഇത് അവിടെ കിടക്കും എന്നുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത്.